ചിത്രകൂട പ്രവേശം. സീതയാ സാർദ്ധം വസിപ്പതിനായോരു മോദകര സ്ഥലം കാട്ടിത്തരുവൻ ഞാൻ പോന്നാലുമെന്നെഴുന്നുള്ളിനാനന്ദിക്ക് ചേർന്നുള്ള ശിഷ്യ പരിവൃതനാം മുനി ചിത്രകൂടാജലഗംഗയോരന്തരാം ചിത്രമായോരുടജം തീർത്തു മാമുനി തെക്കും വടക്കും കിഴക്ക് പടിഞ്ഞാറും അക്ഷി വിമോഹനമായി രണ്ടു ശാലയും നിർമ്മിച്ചവിടെ ഇരിക്കുന്നരുൾ ചെയ്തു മന്മത തുല്യൻ ജനകജ തന്നോടും നിർബലനാകിയ ലക്ഷ്മണൻ തന്നോടും ബ്രഹ്മാത്മനാമരുവിടിനാൻ രാമനും വാത്മീകിയാൽ നിത്യപൂജിതനായി സദാ കാമ്യാംഗിയായുള്ള ജാനകി തന്നോടും സോദരനാകിയ ലക്ഷ്മണൻ തന്നോടും സാദരമാനന്ദം ഉൾക്കൊണ്ടുമേവിനാൻ ദേവമുനിവര സേവിതനായോരു ദേവരാജൻ ദിവി വാഴുന്നതുപോലെ. ദശരഥന്റെ ചരമഗതി. മന്ത്രീവരനാം സുമന്ത്രരുമേറിയൊരന്തശുജാജൻ അയോധ്യ പൊക്കിയിടിനാൻ വസ്ത്രീണ വക്തൃമാച്ഛാദ്യ കണ്ണുനീരത്യത്തമിറ്റിറ്റു വീണും തുടച്ചു മത്തേരും പുറത്തു ഭാഗത്തു നിർത്തിച്ചെന്നു ധീരതയോടു ദ്രപനെ വണങ്ങിനാൻ. ധാത്രീ പദേ ജയ വീരമൗലേ ജയ ശാസ്ത്രമതേ ജയ ശൗര്യാംബുദേ ജയ കീർത്തിനിധേ ജയ സ്വാമിൻ ജയ ജയ മാർത്താണ്ഡഗോത്ര ജാതോത്തം സമേ ജയ. ഇത്തരം ചൊല്ലി സ്തുതിച്ചു വണങ്ങിയ വൃത്യനോടാശ ചോദിച്ചു ത്രിപോത്തമൻ സോദരനോടും ജനകാത്മജയോടും ഏതൊരു ദിക്കിൽ ഇരിക്കുന്നു രാഘവൻ നിർലജ്ജനായ ദിപ്പാപിയാമെന്നോടു ചൊല്ലുവാനെന്തോന്ന് ചൊല്ലിയതെന്നോട് ലക്ഷ്മണൻ എന്തു പറഞ്ഞു വിശേഷിച്ചു ലക്ഷ്മി സമയായ ജാനകി ദേവിയും ആ രാമഗുണവാരിതേ ലക്ഷ്മണ വാരിജലോചനേ ബാലേ മിഥിലജേ ദുഃഖം മുഴുത്തു മരിപ്പാൻ തുടങ്ങുന്ന ദുഷ്കൃതിയാമെന്നരികത്തിരിപ്പാനും മക്കളെയും കണ്ടെനിക്ക് മരിപ്പാനും ഇക്കാലമില്ലാതെ വന്നു സുഹൃതവും ഇതം പറഞ്ഞു കേഴുന്ന ത്രിവേന്ദ്രനോടുൾത്താപമോടുര ചെയ്തു സുമന്ത്രരും. ശ്രീരാമ സീതാ സുമിത്രാത്മജന്മാരെ തേരിലേറ്റിക്കൊണ്ടുപോയേൻ തവാജ്ഞയാം ശൃംഗിവേരാഗ്യപുര സവിതേ ചെന്നു ഗംഗാതടേ വസിച്ചിടം ദശാന്തരേ കണ്ടു തൊഴുതിതു ശൃംഗിവേരാധിപൻ കൊണ്ടുവന്നു കുഹൻ മൂലബലാദികൾ തൃക്കൈകൾ കൊണ്ടതു തൊട്ടു പരിഗ്രഹിച്ച കുമാരന്മാർ ജഡയും ധരിച്ചിതോ. പിന്നെ രഘുത്തമൻ എന്നോട് ചൊല്ലിനാൻ എന്നെ നിരൂപിച്ചു ദുഃഖിയായി കരുമേ ചൊല്ലേണം എന്നോട് താതനോടും ബലാലല്ലുള്ളത്തിലുണ്ടാകാതിരിക്കണം സൗഖ്യം അയോധ്യയിലേറും വനങ്ങളിൽ മോക്ഷസിദ്ധിക്കും പെരുവഴിയായി വരും മാതാവിനും നമസ്കാരം വിശേഷിച്ച് ഖേദം എന്നെ കുറിച്ചുണ്ടാകരുതേദം പിന്നെയും പിന്നെയും ചൊൽക പിതാവധിഖിന്നനായി വാർദ്ധക്യപീഡിതനാകയാൽ എന്നെ പിരിഞ്ഞുള്ള ദുഃഖമശേഷവും ധന്യവാക്യാമൃതം കൊണ്ടടക്കിഴണം. ജാനകിയും തൊഴുതെന്നോട് ചൊല്ലിനാളാനന പത്മവും താഴ്ത്തി മന്ദം മന്ദം അശ്രുഗണങ്ങളും വാർത്തു സകൽഗതം ശ്വശ്രുപാദേഷു സാഷ്ടാംഗ നമസ്കാരം തോണികരേറി ഗുഹനോട് കൂടവേ പ്രാണവിയോഗേന നിന്നേനടിയനും അക്കരെ ചെന്നിറങ്ങിപ്പോയി മറവോളം ഇക്കരെ നിന്നു ശവശരീരം പോലെ 4-5 നാഴിക ചെന്നവാറേ ധൈര്യമാലംബ്യമന്തം നിവൃത്തനായിടിനേൻ. തത്ര കൗസല്യ കരഞ്ഞു തുടങ്ങിനാൾ ദത്തമല്ലോ പണ്ടു പണ്ടേ വരദ്വയം ഇഷ്ടയായൊരു കയ്യേക്കു രാജ്യമോ തുഷ്ടനായി നൽകിയാൽ പോരായിരുന്നിതോ മൽപുത്രനെ കാനനാന്തേ കളവതിനി പാപി എന്ത് പിഴച്ചിതു ദൈവമേ ഏവമെല്ലാം വരുത്തി തനിയെ പരിദേവനം ചെയ്വതിനെന്തോരു കാരണം ഭൂപതി കൗസല്യ ചൊന്നോരു വാക്കുകൾ കാവേന കേട്ടു
മന്ദം പറഞ്ഞിടിനാൻ. പുണ്ണിയിൽ ഒരു കൊള്ളി വയ്ക്കുന്നതുപോലെ പുണ്യമില്ലാതെ മാം ഖേദിപ്പിക്കായിക നീ. ദുഃഖം ഉൾക്കൊണ്ടു മരിപ്പാൻ തുടങ്ങുമെന്നുൾക്കാമ്പുരുക്കി ചമയ്ക്കായിക വല്ലവേ. പ്രാണപ്രയാണമടുത്ത തപോധനൻ പ്രാണവിയോഗേ ശപിച്ചതു കാരണം കേൾക്ക നീ ശാപപ്രകാരം മനോഹരെ. സാക്ഷാൽ തപസ്സികൾ ഈശ്വരന്മാരല്ലോ. അർദ്ധരാത്രോ ശരജാലവും ചാപവും ഹസ്തേ ധരിച്ചു മൃഗയാ വിവശനായി വാഹിനി തീരെ വനാന്തരെ മാനസമോഹേന നിൽക്കുന്ന നേരം ഒരു മുനി ദാഹേന മാതാപിതാക്കൾ നിയോഗത്താൽ സഹസത്തോടിരുട്ടത്ത് പുറപ്പെട്ടു. കുംഭവും കൊണ്ടു നേർക്കൊരുവാൻ വന്നവൻ കുംഭേന വെള്ളമൻപോട് മുക്കും വിധവും. കുംഭത്തിൽ നീരകമ്പുക്ക ശബ്ദം കേട്ടു കുമ്പി തുമ്പിക്കയിൽ അമ്പോഗതമിതി ചിന്തിച്ചുടൻ നാദഭേദിനം സായകം സന്തായ ചാവേ ദൃഢം അയച്ചേടി. ഹാഹാഹദോസ്മ്യഹം ഹാഹാഹദോസ്മ്യഹം ആഹേതി കേട്ടിത് മാനുഷവാക്യവും ഞാനൊരു ദോഷമാരോടുമേ ചെയ്തില്ല കേനവാഹന്തകദോഹം വിദേവ്രതാം. പാർത്തിരിക്കുന്നത് മാതാപിതാക്കന്മാർ കാർത്തികൈക്കൊണ്ട് തണ്ണീർക്കു ദാഹിക്കയാൽ ഇത്തരം മർത്യനാഥം കേട്ടു ഞാൻ അതിത്രസ്തനായി ചെന്ന് നത്തലോടും തഥാ. താപസബാലകൻ പാദങ്ങളിൽ വീണു താവേന ചൊന്നേൻ മുനിസുതനോടു ഞാൻ. സ്വാമിൻ ദശരഥനായ രാജാവു ഞാൻ മാം അപരാധിനം രക്ഷിക്ക വേണമേ. ഞാൻ അറിയാതെ മൃഗയാ വിവശനായി ആന തണ്ണീർ കുടിക്കും നാഥമെന്നോർത്ത് ബാണമെയ്തേൻ അതിപ്പാവിയായോരു ഞാൻ. പ്രാണം കളയുന്നതുണ്ടിനി വൈകാതെ പാദങ്ങളിൽ വീണു കേണിടുമെന്നോട് ഖേദം കലർന്നു ചൊന്നാൻ മുനിബാലകൻ. കർമ്മമത്രേ തടുക്കാവതെല്ലാർക്കുമേ ബ്രഹ്മഹത്യാപാപം ഉണ്ടാകയില്ലതേ. വൈശ്യനത്രേ ഞാൻ മമ പിതാക്കന്മാരെ ആശ്വസിപ്പിക്ക നീയേതുമേ വൈകാതെ. വാർദ്ധക്യമേറി ജരാനരിയുമ്പോണ്ടു നേത്രവും കാണാതെ പാർത്തിരുന്നിടുന്നു. ദാഹേന ഞാൻ ജലം കൊണ്ടങ്ങു ചെല്ലുവാൻ ദാഹം കെടുക്ക നീ തണ്ണീർ കൊടുത്തിനി. വൃത്താന്തമെല്ലാം അവരോടറിയിക്കാം സത്യമെന്നാൽ അവർ നിന്നെയും രക്ഷിക്കും. എന്നോട് താതന് കോപമുണ്ടാകിലോ നിന്നെയും ഭസ്മമാക്കിയിടും അറിക നീ. പ്രാണങ്ങൾ പോകാഞ്ഞു പീഡയുണ്ടേറ്റവും പണം പറിക്ക നീ വൈകരുതേതുമേ എന്നതു കേട്ടു ശല്യോധരണം ചെയ്തു. പിന്നെ സജലം കലശവും കൈക്കൊണ്ടു ദമ്പതിമാരിയ്ക്കുന്നവിടേക്കതേ സംരംഭത്തോടു ഞാൻ ചെല്ലും ദശാന്തരേ. വൃദ്ധതയോടു നേത്രങ്ങളും നിറുപെട്ടർദ്ധരാത്രിക്ക് വിശന്നു ദാഹിച്ചഹോ. വർത്തിക്കുമെങ്ങൾക്കു തണ്ണീർക്കു പോയൊരു പുത്രനും ഇന്നു മറന്നു കളഞ്ഞിതോ. മറ്റുള്ളൊരാശ്രയം ഞങ്ങൾക്കൊരു നാളും മുറ്റുമ്പുവാനൊഴിഞ്ഞെന്നു വൈകിടുവാൻ. ഭക്തിമാനേറ്റവും മുന്നമെല്ലാം മതിസ്വസ്ഥമായി വന്നിതോ നീ കുമാരാബലാൽ. ഇപ്രകാരം നിരൂപിച്ചിരിക്കും ഇതോ മൽപാദവിന്യാസതത്തു നീ കേൾക്കായി. കാൽപെരുമാറ്റം മതീയം തഥാ കേട്ടു താൽപര്യമോടു പറഞ്ഞു ജനകനും. വൈകുവാൻ എന്തു മൂലം മമ നന്ദന വേഗേന തണ്ണീർ തരിക നീ സാദരം. തമാകർണി ഞാൻ ദമ്പതിമാർപദം ഭക്ത്യാ നമസ്കരിച്ചെത്രയും ഭീതനായി വൃത്താന്തമെല്ലാം അറിയിച്ചു തന്നേരം. പുത്രനല്ല അയോധ്യാധിപനാകിയ പൃഥ്വീവരൻ ഞാൻ ദശരഥെന്നു പേർ. തത്രോ വനാന്തേ രാത്രോ വനാന്തേ മൃഗയാ വിവശനായി ശാർദൂലമുഖ്യ മൃഗങ്ങളെയും കൊന്ന് പാർത്തിരുന്നേൻ നദീതീരെ മൃഗാശിയ. കുംഭത്തിൽ നീരകമ്പുക ശബ്ദം കേട്ടു കുംഭീവരൻ നിജ തുമ്പിക്കരന്തന്നിൽ അമ്പസു കൊള്ളുന്ന ശബ്ദമെന്നോർക്കയാലമ്പയച്ചേനറിയാതെ. അതും ബലാൽ പുത്രന് കൊണ്ട നേരത്തു കരച്ചിൽ കേട്ടത്രയും ഭീതനായി തത്ര ചെന്നീടിനേൻ. ബാലനെ കണ്ടു നമസ്കരിച്ചേൻ അതുമൂലം അവനും എന്നോട് ചൊല്ലിയിടിനാൻ.
കർമ്മമത്രേ മമ വന്നാതിദൂത്തവ ബ്രഹ്മഹത്യാ പാപമുണ്ടാകയില്ലടോ. കണ്ണം പൊടിഞ്ഞു വയസ്സുമേറെ പൊക്കു പർണശാലാന്തേ വിശന്നു ദാഹത്തോടും എന്നെയും വാർത്തിരിക്കും പിതാക്കന്മാർക്കു തണ്ണീർ കൊടുക്കെന്നോടു ചൊല്ലിനാൻ. ഞാനതു കേട്ടുഴറ്റോട് വന്നേനിനി ജ്ഞാനികളാം നിങ്ങളൊക്കെ ക്ഷമിക്കണം. ശ്രീപാദ പങ്കജമെന്നിയെ മറ്റില്ല പാപിയായോരടിവൻ അടിയൻ അവലംബനം. ജന്തുഷയ കൃപാവശന്മാരല്ലോ സന്തതം താപസപുങ്കവന്മാർ നിങ്ങൾ. ഇത്തം ആകർണ്യ കരഞ്ഞു കരഞ്ഞവരെത്രയും ദുഃഖം കലർന്നു ചൊല്ലിടിനാർ. പുത്രനെവിടെ കിടക്കുന്നിതോ ഭവാൻ, തത്രൈവ ഞങ്ങളെ കൊണ്ടുപോയിടണം. ഞാനത് കേട്ടവർ തമ്മിയെടുത്തതി ദീനതയോട് മകനുടൽ കാട്ടിനേൻ. കഷ്ടമാഹന്ത കഷ്ടം കർമ്മമെന്നവർ തൊട്ടു തലോടി തനയ ശരീരവും പിന്നെ പലതരം ചൊല്ലി വിലാപിച്ചു ഭിന്നതയോടവരെന്നോടു ചൊല്ലിനാർ. നീ ഇനി നല്ല ചിത ചമച്ചിടണം, തീയുമേറ്റം ജ്വലിപ്പിച്ചു വൈകിടാതെ. അത്ര ഞാനും ചിത കൂട്ടിനേൻ അന്നേരം പുത്രേണ സാഗം പ്രവേശിച്ചവർകളും ദത്തദേഹന്മാരുമായി ചെന്ന മൂവരും വൃത്രാരിലോകം ഗമിച്ചു വാണിടിനാർ. വൃദ്ധതബോധൻ അന്നേരം എന്നോട് പുത്രശോകത്താൽ മരിക്കുന്നു ചൊല്ലിനാൻ. ശാപകാലം നമുക്ക് ആഗതമായതോ താപസവാക്യം അസത്യമായും വരാ. മന്നവനേവം പറഞ്ഞു വിലാപിച്ചു പിന്നെയും പിന്നെയും കേണു തുടങ്ങിനാൻ. ആ രാമപുത്ര സീതേ ജനകജേ, ആ രാമലക്ഷ്മണ ഗുണാംബുദേ, നിങ്ങളോടും പിരിഞ്ഞൻ മരണം പുനരിങ്ങനെ വന്നതു കയ്യേയി സംഭവം. രാജീവനേത്രനെ ചിന്തിച്ചു ചിന്തിച്ചു രാജാ ദശരഥൻ പുക്കുസുരാലയം. നാരീജന വിലാപം ദുഃഖിച്ചു രാജനാരീജനവും പുനരൊക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങിനാർ. വക്ഷസീ താടിച്ചു കേഴുന്ന ഘോഷങ്ങൾ തൽക്ഷണം കേട്ടു വസിഷ്ഠ മുനീന്ദ്രനും മന്ത്രികളോട് മുഴറി സംഭ്രമം ദപ്പുരമകം പുക്കരുളി ചെയ്തു. തൈലമയ ദ്രോണിതങ്ങിലാക്കൂതരാപാലകൻ തന്നുടൽ കേടുവന്നിടായ്വാൻ എന്നരുൾ ചെയ്തു ദൂതന്മാരെയും വിളിച്ചിന്നു തന്നെ. നിങ്ങൾ വേഗേന പോകണം, വേഗമേറിടം കുതിരയേറിച്ചെന്നു കേകയ രാജ്യമകം പുക്കു ചെല്ലുക. മാതുലനായ യുധാജിത്തിനോടിനി ഏതുമേ കാലം കളയാതയക്കണം. ശത്രുഘ്നോടും ഭരതനെ എന്ന് ധൃതം ചെന്നു ചൊൽകെന്നയച്ചിടിനാൻ. സത്വരം കേകയ രാജ്യമകം പുക്കുന്നത്വ യുധാജിത്തിനോട് ചൊല്ലിടിനാൻ. ഭരതനാനേനം കേൾക്കതൃപേന്ദ്രാവശിഷ്ടൻ അരുൾ ചെയ്ത വാക്കുകൾ ശത്രുഘ്നോടും ഭരതനെ ഏതമേ വൈകാതെ അയോധ്യയ്ക്ക് അയക്കുന്നു ദൂതവാക്യം കേട്ട നേരം നരാധിപൻ ബാലകന്മാരോട് പോകെന്നു ചൊല്ലിനാൻ. കാലേ പുറപ്പെട്ടിതോ കുമാരന്മാരും ഏതാനും അങ്ങൊരാപത്തകപ്പെട്ടിതോ താതനെന്നാകിലും ഭ്രാതാവിനാകിലും എന്തകപ്പെട്ടതെന്നുള്ളിൽ പലതരം ചിന്തിച്ചു ചിന്തിച്ചു മാർഗേ ഭരതനും സന്താപമോടും അയോധ്യാപുരി ബുക്കു സന്തോഷവർജിതം ശബ്ദഹീനം തഥാ. ഭ്രഷ്ടലക്ഷ്മീകം ജനോത്പാദവർജിതം ദൃഷ്ട്വാഭികതോത്സവം രാജ്യമെന്തിതം. തേജോവിഹീനമകം ബുക്കിതു ചെന്നു രാജഗേഹം രാജലക്ഷണാവർജിതം. തത്ര കയ്യേയെ കണ്ടോ കുമാരന്മാർ ഭക്ത്യാ നമസ്കരിച്ചിടിനാരന്തികെ. പുത്രനെ കണ്ടു സന്തോഷേണ മാതാവ് മുത്തായ ഘാടം ആലിംഗ്യ മടിയിൽ വെച്ചുത്തമാങ്കേ മുകർനാശു ചോദിച്ചിതു മദ്രമല്യേ മൽക്കുലത്തിങ്കലൊക്കവേ. മാതാവിനും പിതൃപാതൃ ജനങ്ങൾക്കുമേതുമേ ദുഃഖമില്ലല്ലീ പറക നീ. ഇത്തരം കയ്യേയി ചൊന്ന നേരത്തതിനുത്തരമാശു ഭരതനും ചൊല്ലിനാൻ. ഖേദമുണ്ട് അച്ഛനെ കാണാൻ എനിക്കുള്ളിൽ, താതനെവിടെ വസിക്കുന്നു മാതാവേ. മാതാവിനോട് പിരിഞ്ഞോ രഹസ്യ ഞാൻ താതനെ പണ്ടു കൺമേലൊരു നാളുമേ. ഇപ്പോൾ ഭവതി താനേ വസിക്കുന്നതെന്നുൾപ്പോവിലുണ്ടുമേ താപവും ഭീതിയും. മൽപിതാവിങ്ങു പറകുന്നതു കേട്ടു തൽ പ്രിയമാശു കൈകേകിയും ചൊല്ലിനാൾ. എൻ മകൻ എന്തു ദുഃഖിപ്പാൻ അവകാശം, നിൻ മനോവാഞ്ചിതമൊക്കെ വരുത്തി ഞാൻ. അശ്വമേധാദിയാഗങ്ങളെല്ലാം ചെയ്തു വിശ്വമെല്ലാടവും കീർത്തി പരത്തിയ സൽപുരുഷന്മാർ ഗതി ലഭിച്ചിടിനാൻ ത്വൽപിതാവെന്നു കേട്ടോരു ഭരതനും
ക്ഷോണീതലേ ദുഃഖവിഹ്വല ചിത്തനായി വീണ് വിലാപം തുടങ്ങിനാൻ എത്രയും. ഹാ താതാ ദുഃഖ സമുദ്രേ നിമജ്ജമായി ഏതൊരു ദിക്കിന് പോയിതോ ഭൂപതേ. എന്നെയും രാജ്യഭാരത്തെയും രാഘവൻ തന്റെ കയ്യിൽ സമർപ്പിയാതെ പിരിഞ്ഞിങ്ങു പോയിക്കൊണ്ടു പിതാവേ ഗുണനിധേ ഞങ്ങൾക്കും ആരുടെയോരിനി ദൈവമേ. പുത്രനെ വണ്ണം കറിയുന്നത് നേരം ഉത്താപ്യ കൈകേയി കണ്ണുനീരും തുടച്ചാശ്വസിച്ചിടുക ദുഃഖേന കിംബലം ഈശ്വര കൽപ്പിതമെല്ലാം അറിക നീ. അഭ്യോദയം വരുത്തിടിനെ ഞാൻ തവ ലഭ്യമെല്ലാമേ ലഭിച്ചീതറിക നീ. മാതൃവാക്യം സമാകർണ്യ ഭരതനും ഖേദപരവശ ചേതസാ ചോദിച്ചു. ഏതാനും ഒന്ന് പറഞ്ഞതില്ലേ മമതാതൻ മരിക്കുന്ന നേരത്തോ മാതാവേ. ഹാ രാമ രാമ കുമാര സീതേ മമ ശ്രീരാമ ലക്ഷ്മണ രാമ രാമ രാമ. സീതേ ജനകസുതേ പുനരാതുരനായി വിലാപിച്ചോ മരിച്ചതോ. താതൻ അത് കേട്ടു നേരം ഭരതനും മാതാവിന് ചോദിച്ചാനിതെന്തയ്യോ. താതൻ മരിക്കുന്ന നേരത്തു രാമനും സീതയും സൗമിത്രിയും അരികത്തില്ലേ എന്നതു കേട്ടു കൈകേയും ചൊല്ലിനാൾ മന്നവൻ. രാമൻ അഭിഷേകം ആരഭ്യ സന്നദ്ധനായത് കണ്ട നേരത്തു ഞാൻ എന്നോട് നന്ദനൻ തന്നെ വാഴിക്കണമെന്ന് പറഞ്ഞ അഭിഷേകം മുടക്കേൻ. നിന്നോടതിൻ പ്രകാരം പറയാമല്ലോ. രണ്ടു വരം മമ തന്നു തവ പിതാ പണ്ടതിനൊന്നിനാൽ നിന്നെ വാഴിക്കെന്നും രാമൻ വനത്തിന് പോകുന്നു മറ്റേതും. ഭൂമിപൻ തന്നോടിത് കാലം അർത്ഥിച്ചേൻ സത്യപരായണനായ നരപതി വൃത്തിതലം നിനക്കും തന്നു. രാമനെ കനനവാസത്തിനായി അയച്ചിടിനാൻ ജാനകീ ദേവി പാതിവൃത്യമാലംബ്യ ഭർത്തൃസമം ഗമിച്ചിടിനാളാശോ. സൗമിത്രിയും രാധാവിനോടുകൂടെ പോയാൻ താതൻ അവരെ നനച്ചു വിലാപിച്ചു ഖേദേന രാമ രാമേതി ദേവാലയം പുക്കാൻ അറിയുന്നു മാതൃവാക്യൻ കേട്ടു ദുഃഖിച്ച് ഭൂമിയിൽ വീണു ഭരതനും. മോഹം കലർന്ന നേരത്തു കയ്യേകിയുമാഹന്ന ശോകത്തിന് എന്തോരു കാരണം. രാജ്യം നിനക്ക് സംപ്രാപ്തമായി വന്നിതു പൂജനായി വാഴുക ചാവല്യം കളഞ്ഞു നീ എന്നു കയ്യേയി പറഞ്ഞത് കേട്ടുടൻ ഒന്ന് കോപിച്ചു നോക്കിയിടിനാൻ മാതരം. ക്രോധാഗ്നി തന്നിൽ ദഹിച്ചു പോമമ്മയെ ആദി പൂണ്ടിടിനാർ കണ്ടു നിന്നോർകളും. ഭർത്താവിനെ കൊന്ന പാപേ മഹാഘോരേ നിസ്ത്രഭേ നിർദ്ദയേ ദുഷ്ടേ നിശാചരി. നിന്നുടെ ഗർഭത്തിൽ ഉത്ഭവിച്ചേനൊരു പുണ്യമില്ലാതെ മഹാപാപി ഞാനഹോം. നിന്നോട് ഉരിയാടരുതിരി ഞാൻ ചെന്നു വഗ്നിയിൽ വീണു മരിപ്പനല്ലാകിലോ. കാളകൂടം കുടിച്ചിടുവനല്ലാകിൽ വാളെടുത്താശു കഴുത്തറുത്തിടുവൻ. വല്ല കണക്കിലും ഞാൻ മരിച്ചിടുവനില്ലൊരു സംശയം. ദുഷ്ടേ ഭയങ്കരി ഘോരമായുള്ള വിഭാഗമാകിയ നരകം തന്നിൽ വസിക്കും ഇതുമൂലം. ഉത്തരം മാതരം വത്സിച്ചു ദുഃഖിച്ചു സത്വരം ചെന്നു കൗസല്യാഗൃഹം പുക്കാൻ. പാതേ നമസ്കരിച്ചോരു ഭരതനെ മാതാവ് കൗസല്യം പുണർന്നിടിനാൾ. കണ്ണുനീരോടും മെലിഞ്ഞ അതിദീനയായി ഗിനയായൊരു കൗസല്യ ചൊല്ലിടിനാൾ. കർമ്മദോഷങ്ങൾ ഇതെല്ലാം അകപ്പെട്ടിതൻ മകൻ ദൂരത്തകപ്പെട്ട കാരണം. ശ്രീരാമനും അനുജാതനും സീതയും ചിരാംബര ജടാധാരികളായി വനം പ്രാപിച്ചിതെന്നെയും ദുഃഖാംബുരാശിയിൽ താപേന മഗ്നയാക്കിയിടിനാൻ ഹൃദയം. ആ രാമ രാമ രഘുവംശനായക നാരായണ പരമാത്മൻ ജഗൽപദേ നാഥാ ഭവാൻ മമ നന്ദനായി വന്നു ജാതനായിടിനാൻ കേവലമെങ്കിലും. ദുഃഖം എന്നെ പിരിയുന്നീലൊരിക്കലും ഉൾക്കോമ്പിലോർത്താൽ വിധിഫലമാം തുലോം തം കരയുന്ന മാതാവു തന്നെയും നത്വാ ഭരതനും ദുഃഖേന ചൊല്ലിനാൻ. ആതുരമാനസയാകായിതുകൊണ്ടു മാതാവു ഞാൻ പറയുന്നതു കേൾക്കണം. രാഘവരാജ്യാഭിഷേകം മുടക്കിയാൾ ഏകിയാകിയ മാതാവു മാതാവേ. ഞാൻ അറിഞ്ഞിട്ടില്ല രാഘവൻ തന്നാണ് ഞാൻ അറിഞ്ഞത്രേ ഏതെങ്കിലോ മാതാവേ. ബ്രഹ്മഹത്യാശതജാതമാം പാവവും അമ്മേ ഭുജിക്കുന്നതുണ്ടു ഞാൻ നിർണയം. ബ്രഹ്മാത്മജനാം വാസിഷ്ഠമുനിയെയും ധർമ്മധാരങ്ങൾ അരുന്ധതി തന്നെയും
ഗഡ്ഘേന നിഗ്രഹിച്ചാലുള്ള പാപവും ഒക്കെ അനുഭവിച്ചിടുന്നതുണ്ട് ഞാൻ. ഇങ്ങനെ നാനാശപഥങ്ങളും ചെയ്തു തിങ്ങിന ദുഃഖം കലർന്നു പരതനം. കേഴുന്ന നേരം ജനനിയും ചൊല്ലിനാൾ, ദോഷം നിനക്കേതുമില്ലെന്നറിഞ്ഞു ഞാൻ. ഇത്തം പറഞ്ഞു പുണർന്നു ഗാഠം ഗാഠമുത്തമാങ്കെ മുകർന്നാളതു കണ്ടവർ ഒക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങിനാൻ. അക്കഥ കേട്ടു വസിഷ്ഠ മുനീന്ദ്രനും മന്ത്രിജനത്തോട് അൻപോട് എഴുന്നള്ളി സന്താപമോട് തൊഴുതു ഭരതനും. രോദനം കണ്ടരുൾ ചെയ്തു വസിഷ്ഠനും, ഖേദം മതിമതി കേളിതു കേവലം. വൃദ്ധൻ ദശരഥനായ രാജാധിപൻ സത്യപരാക്രമൻ വിജ്ഞാന വീര്യവാൻ, മർത്യസുഖങ്ങളും രാജഭോഗങ്ങളും ഭുക്വാ യഥാവിധി യജ്ഞങ്ങളും ബഹുകൃത്വാ ബഹുധന ദക്ഷിണയും മുദാദത്വാ ത്രിവിഷ്ടഭം യത്വാ യഥാസുഖം ലബ്ധ്വാ പുരന്തനാർദാസനം ദുർലഭം വൃത്രാരിമുഖ്യ ത്രിസൗഖവന്ദനം. ആനന്ദമോടിരിക്കുന്നതിനെന്തു നീ ആനനം താഴ്ത്തി നേത്രാമ്പു തൂകിയിടുന്നു. ശുദ്ധനാത്മാ ജഗദാശ ജന്മനാശാദിവർജിതൻ നിത്യൻ നിരുപവൻ അവ്യയൻ അദ്വയൻ സത്യസ്വരൂപൻ സകല ജഗന്മയൻ നൃത്യജന്മാതിഹീനൻ ജഗൽ കാരണൻ. ദേഹമത്യർത്ഥം ജഡം ക്ഷണഭംഗുരം മുഖൈക കാരണം മുക്തി വിരോധകം ശുദ്ധിവിഹീനം പവിത്രമല്ലൊട്ടുമേ ചിത്തെ വിചാരിച്ചു കണ്ടാലൊരിക്കലും ദുഃഖിപ്പതിനവകാശമില്ലേതുമേ. ദുഃഖേന കിംബലം മൃത്യുവശാത്മനാം തതനെന്നാകിലും പുത്രനെന്നാകിലും പ്രേതരായാൽ അതിമൂഢരായുള്ളവർ മാറത്തലച്ചു തൊഴിച്ചു മുറവിളിച്ചേർത്തളർന്നു മോഹിച്ചു വീണിടുവാർ. നിസാരമെത്രയും സംസാരമോർക്കിലോ സൽസംഗമൊന്നേ ശുഭകരമായുള്ളോ. അത്ര സൗഖ്യം വരുത്തിയിടുവാൻ നല്ലതു നിത്യമായുള്ളൊരു ശാന്തി അറിക നീ. ജന്മമുണ്ടാകിൽ മരണവും നിശ്ചയം, ജന്മം മരിച്ചവർക്കും വരും നിർണയം. ആർക്കും തടുക്കരുതാദൂരവസ്ഥയെന്നോർക്കണമെല്ലാം സുകർമ്മവശഗതം. തത്വമറിഞ്ഞുള്ള വിദ്വാൻ ഒരിക്കലും പുത്രമിത്രാർത്ഥ കളത്രാദി വസ്തുനാം വേർപെടുന്നേരവും ദുഃഖമില്ലേതുമേ. സ്വപ്രേതമെന്നാൽ സുഖവുമില്ലേതുമേ. ബ്രഹ്മാണ്ട കോടികൾ നഷ്ടങ്ങളായതും ബ്രഹ്മണ സൃഷ്ടങ്ങളായതും പാർക്കിലോ സംഖ്യയില്ലാതോളം ഉണ്ടിത്തെന്നാൽ ക്ഷണഭങ്കുരമായുള്ള ജീവിതകാലത്തിൽ എന്തൊരാസ്ഥാ മഹാജ്ഞാനിനാമുള്ളതും ബന്ധമെന്നീ ദേഹദേഹികൾക്കെന്നിതം ചിന്തിച്ചു. മായാഗുണവൈഭവങ്ങളും അന്തർമുത കണ്ടവർക്കെന്തു സംഭ്രമം. കമ്പിതപത്രാഗ്രലഗ്നാമു ബിന്ദുവൽ സമ്പതിച്ചീടും ആയോ സദിനശ്വരം. പ്രാക്തന ദേഹസ്ഥകർമ്മണ പിന്നെയും പ്രാപ്തമാം ദേഹിക്കു ദേഹം പുനരഭി. ജീർണവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചോ ദേഹികൾ പൂർണ്ണശോഭം നവവസ്ത്രങ്ങൾ കൊള്ളുന്നു. ജീർണദേഹങ്ങൾ അവണ്ണം ഉപേക്ഷിച്ച് പൂർണ്ണശോഭം നവദേഹങ്ങൾ കൊള്ളുന്നു. കാലചക്രത്തിൻ ഭ്രമണവേഗത്തിന് മൂലകി കർമ്മദേഹങ്ങൾ അറിക നീ. ദുഃഖത്തിനെന്തൊരു കാരണം ചൊല്ലു നീ, മുഖ്യജനമതം കേൾക്ക ഞാൻ ചൊല്ലുവൻ. ആത്മാവിനില്ല ജനന മരണവും ആത്മനി ചിന്തിക്ക ഷഡ്ഭാവവുമില്ല. നിത്യൻ ആനന്ദ സ്വരൂപൻ നിരാകുലൻ സത്യരൂപൻ സകലേശ്വരൻ ശാശ്വതൻ. ബുദ്ധ്യാദി സാക്ഷി സർവാത്മാ സനാതനൻ അദ്വയൻ ഏകൻ പരൻ പരമൻ ശിവൻ. ഇത്തമനാരദം ചിന്തിച്ചു ദിന്തിച്ചു ദൃഢമായി അറിഞ്ഞു ദുഃഖങ്ങളും തെക്വാ തുടങ്ങുക. കർമ്മസമൂഹവും സത്വരമേതും വിഷാദമുണ്ടാകൊലാം. സംസ്കാരകർമ്മം ശ്രുത്വാ ഗുരുവചനം നൃപനന്ദനൻ കൃത്വാ യഥാവിധി സംസ്കാരകർമ്മവും. മിത്രമൃത്യാമാത്ര സോദരോപാധ്യായുക്തനായോരോ ഭരതകുമാരനും താതശരീരം എണ്ണത്തോണി തന്നിൽ നിന്നാദരപൂർവം എടുത്തു നീരാടിച്ചു. ദിവ്യാംബരാഭരണാലേപനങ്ങളാൽ സർവാംഗമെല്ലാം ആലങ്കരിച്ചിടിനാൻ. അഗ്നിഹോത്രാഗ്നി തന്നാൽ അഗ്നിഹോത്രിയെ സംസ്കരിക്കും വണ്ണം ആചാര്യ സംയുതം ദത്വാ ത്രിലോദകം ദ്വാദശവാസരേ ഭക്ത്യാ കഴിച്ചിത പിണ്ഡവുമാദരാൽ. വേദപരായണന്മാരാം ദ്വിജാവലിക്കോദന ഗോദന ഗ്രാമ രത്നാംബരഭൂഷണ ലേപന താംബൂലഭൂഗങ്ങൾ തോഷേണ ദാനവും ചെയ്തു സസോദരം. വീട് നമസ്കരിച്ച ആശീർവചനമാദാനവും ചെയ്തു വിശുദ്ധനായി മേവിനാൻ.
ജാനകീ ലക്ഷ്മണ സംയുക്തനായുടൻ കാനനം പ്രാപിച്ച രാമകുമാരനെ മനസ്സേ ചിന്തിച്ച് അനുദിനം മാനവവീരനായൊരു ഭരതനും സാനുജനായി വസിച്ചിടിനാനാദിനം നാനാസുഹൃജനത്തോടും മനാകുലം. തത്ര വസിഷ്ഠമുനീന്ദ്രൻ മുനികുലസത്തമന്മാരുമായി വന്നു സഭാന്തികെ അർണോരുഹാസന സന്നിപനാം മുനിസ്വർണാസനെ മരുവീടിനാനാദരാൽ ശത്രുഘ്ന സംയുക്തനായ ഭരതനെ തത്ര വരുത്തിയ നേരം അവർകളും മന്ത്രികളോടും പുരവാസികളോടും ധരാനന്ദം വളർന്നു മരുവിനാർ. കുമ്പിട്ടു നിന്ന ഭരതകുമാരനോടും പൂജ സംഭവനന്ദനൻ ചൊല്ലിനാൻ. ദേശകാലോചിതമായുള്ള വാക്കുകൾ ദേശികനായ ഞാൻ ആശ ചൊല്ലിടുവൻ. സത്യസന്ധൻ തവതാതൻ ദശരഥൻ പൃഥ്വീതലം നിനക്കധ്യ നൽകിയിടിനാൻ. പുത്രാഭ്യുദയാർത്ഥമേഷ കയ്യേയ്ക്കുദത്തമായൊരു വരദ്വയം കാരണം മന്ത്രപൂർവം അഭിഷേകം നിനക്കു ഞാൻ മന്ത്രികളോടും അൻപോടു ചെയ്തിടുവൻ. രാജ്യം അരാജകമാം ഭവാനാനിലിത്യാജ്യമല്ലെന്നു ധരിക്ക കുമാരാ നീ. താതനിയോഗം അനുഷ്ഠിക്കുകയും വേണം, പാതകമുണ്ടാമതല്ലായിലേവനും. ഒന്നൊഴിയാതെ ഗുണങ്ങൾ നരന്മാർക്ക് വന്നുകൂടുന്നു ഗുരുപ്രസാദത്തിനാൽ എന്നരുൾ ചെയ്ത വസിഷ്ഠമുനിയോടു നന്നായി തൊഴുതുണർത്തിച്ചു ഭരതനും. ഇന്നടിയന്നു രാജ്യം കൊണ്ടു കിംബലം, മന്നവനാകുന്നതും മമ പൂർവജൻ. ഞങ്ങൾ അവനുടെ കിങ്കരന്മാരത്രേ, നിങ്ങളിതെല്ലാം അറിഞ്ഞല്ലോ മേവുന്നു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ജയ് ജയ് രാമ രാമ.